തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ എപ്പോഴും ഇപ്പോൾ ഉള്ള സ്റ്റാലിൻ സർക്കാർ അവർ എപ്പോഴും ഹിന്ദു വിരുദ്ധ സമീപനമാണ് എപ്പോഴും കൈക്കൊള്ളുന്നത്. RSSന്റെ പരിപാടികൾ നിരന്തരമായി തടയുക, RSSന്റെ പദസഞ്ചലനം രാജ്യവ്യാപകമായി നടക്കുന്നതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ അത് നടക്കുന്നതിന് തടസ്സം ഏർപ്പെടുത്തുക, പിന്നീട് അത് കോടതി അനുമതിയോടെയൊക്കെ നടത്തുക നമ്മൾ നേരത്തെയും കണ്ടതാണ്. ആ നടപടി അവർ തുടരുകയാണ്. തമിഴ്നാട്ടിൽ RSS ശിബിരം നടന്ന സ്കൂളിന് നോട്ടീസ് അയച്ച് സ്റ്റാലിൻ സർക്കാർ. നടപടിയിൽ ഇടപെട്ട മദ്രാസ് ഹൈക്കോടതി വിഷയത്തിൽ സർക്കാരിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതി. ഗൂഡല്ലൂർ ജില്ലയിലെ സ്കൂളിനാണ് സ്വകാര്യ സ്കൂൾ ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. ഇതിന് ചോദ്യം ചെയ്ത് സ്കൂൾ അധികൃതർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ RSSനെതിരെയുള്ള അവരുടെ തീവ്രമായ നടപടികൾ ഓരോ ഘട്ടത്തിലും തുടരുകയാണ്. അതിൻ്റെ മറ്റൊരു ഏറ്റവും പുതിയ ഉദാഹരണമായി ഇതിനെ കാണേണ്ടതില്ലേ നന്ദഗോപൻ? വിനോദ്, ഗൂഡല്ലൂരിലെ സരസ്വതി വിദ്യാലയം ഈ സ്കൂളിൽ കഴിഞ്ഞ ഡിസംബർ 24 മുതൽ 30 വരെ RSSന്റെ ഒരു ശിബിരം സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അധികൃതർക്ക് നോട്ടീസ് നൽകിയത്. അതായത് വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ വകുപ്പ് 9 പ്രകാരം സ്കൂൾ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടുകളോ മറ്റോ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അധ്യാപകരുടെ പരിശീലനത്തിനോ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ സ്കൂളിന് നൽകിയ നോട്ടീസിൽ ഈ സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനെതിരെ സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചു. അവധിക്കാലത്താണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. അവധിക്കാലത്ത് ഈ നിയമം ബാധകമല്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അവധിക്കാലത്ത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ മറ്റ് ഇതര പ്രവർത്തനങ്ങൾക്ക്, അതായത് ന്യായമായ ഇതര പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ കെട്ടിടവും ഗ്രൗണ്ടും വിട്ടു നൽകാമെന്നുള്ളതാണ് സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിയമത്തിൻ്റെ പരിരക്ഷയിലാണ് തങ്ങൾ സ്കൂൾ വിട്ടു നൽകിയത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി കേസ് പരിഗണിച്ചു. അടുത്ത 17-ാം തീയതിക്കുള്ളിൽ സർക്കാരും സ്കൂളും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഇരു വിഭാഗത്തിനും, സ്കൂളിനും അതേപോലെ തന്നെ സർക്കാരിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 17-ാം തീയതിക്ക് മുമ്പ് ഈ നോട്ടീസ് നൽകണമെന്നാണ്. 17-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. ഈ കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് സ്റ്റാലിൻ സർക്കാരിൻ്റെ ഹിന്ദു വിരുദ്ധ നിലപാടാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ RSSന്റെ പദസഞ്ചലനങ്ങൾ നിരന്തരം തടയുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പലതവണയും തമിഴ്നാടിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിൽ RSS വിജയദശമിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ പദസഞ്ചലനം നടത്തുമ്പോൾ അതിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തടയുന്ന സ്ഥിതിയായിരുന്നു സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ RSS പലപ്പോഴും കോടതിയെ സമീപിച്ച് ഇതിനുള്ള ഉത്തരവ് വാങ്ങുകയും ചെയ്യും. ഒപ്പം തന്നെ പദസഞ്ചലനം കൃത്യമായി നടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പല തലത്തിൽ സ്റ്റാലിൻ സർക്കാരിന് വലിയ തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ RSSന്റെ ക്യാമ്പ് സംഘടിപ്പിച്ച, ശിബിരം സംഘടിപ്പിച്ച സ്കൂളിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്റ്റാലിൻ സർക്കാർ നീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി നടപടികൾ തുടരുന്നതിനാൽ തന്നെ മറ്റ് നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ എന്തായിരിക്കും ഹൈക്കോടതി എടുക്കുന്ന നിലപാട് എന്നുള്ളത് നിർണായകമാണ്. സാധാരണഗതിയിൽ ഇത്തരം അവധിക്കാലങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് യാതൊരുവിധ എതിർപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഇത് RSSന്റെ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്റ്റാലിൻ സർക്കാർ രാഷ്ട്രീയ വൈര്യം മൂലം അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു. ഈ സ്കൂളിൻ്റെ മറ്റ് അംഗീകാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള കാരണങ്ങൾ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ സ്റ്റാലിൻ സർക്കാർ സ്കൂളിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സ്കൂൾ അധികൃതരാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഇരു വിഭാഗങ്ങൾക്കും മറുപടി നൽകുവാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വിനോദ്, അതെ, തമിഴ്നാട്ടിലാണ് സ്റ്റാലിൻ സർക്കാരിൻ്റെ ഈ നടപടികൾ തുടരുന്നത്. പക്ഷേ കോടതിയിൽ ഇടപെട്ട് അതിൻ്റെ കൃത്യമായ ന്യായം ലഭിക്കുന്ന സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തിരുപ്പുറംകുன்றത്തൊക്കെ അല്ലെ അന്ന് കാർത്തിക ദീപം തെളിക്കുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഭക്തരെ എങ്ങനെ അവഹേളിക്കണം എന്നതിൽ ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ ഒരു ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.